പ്രശാന്ത സുന്ദരമായ അക്കിക്കാവ് റോഡ് കുന്നംകുളത്തുനിന്ന് പെരുമ്പിലാവിലെത്തിക്കഴിഞ്ഞാൽ ഈ റോഡ് രണ്ട് വഴിക്ക് തിരിയണം. കോഴിക്കോട്ടേക്ക് ഒന്ന് ഇടത്തോട്ട് വലത്തോട്ട് പട്ടാമ്പി പിന്നെ പാലക്കാട്. ഈ റോഡ് വളരെ വിശാലമാക്കി സുന്ദരമാക്കിയിട്ടുണ്ട്. വളരെ പ്രൗഢിയോടെ കൂടി റോഡിനെ നിലനിർത്താൻ ഇപ്പോഴത്തെ ഭരണകൂടം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭരണകൂടം എന്ന് മാത്രം പറയാൻ പറ്റില്ല, നാട്ടുകാരുടെ പരിശ്രമം ഇതിൽ വളരെ വിചിത്രമാണ്. കാരണം എന്താ വെച്ചാൽ പഴയ പോലുള്ള മാതിരി ഗവൺമെൻറ്റിന് ദൂർത്തടിക്കാൻ നാട്ടുകാർ സമ്മതിക്കില്ല, ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം പഴയ മാതിരിയല്ല, ഇപ്പോഴത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്കറിയാം എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ളത് അവർക്കറിയാം. ആ നിലക്കാണ് ഭരണം കൊണ്ടുപോകുന്നത്. പിന്നെ ഭരണകർത്താക്കൾ എന്ന് പറയുമ്പോൾ ഭരണം മാറി മാറി വന്നിരുന്നാണ്. ഒരു ഭരണക്കാർ പോക്കറ്റ് നടക്കുമ്പോൾ മറ്റൊരു ഭരണക്കാർ പോക്കറ്റ് കാലിയാവും. പോക്കറ്റ് കാലിയായി കഴിഞ്ഞാൽ പിന്നെ മറ്റേ പ്രാവശ്യം അവർ കയറും. അങ്ങനെയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ 10 വർഷം ഈ ഗവൺമെൻറ്റാണല്ലോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ നിഷ്പക്ഷമാണ്, നമുക്ക് രാഷ്ട്രീയമല്ല. എന്നിരുന്നാലും പോക്കറ്റ് നിറച്ചവർ തന്നെ ഭരിക്കട്ടെ എന്നുള്ളതാണ്. എന്താ അങ്ങനെ പറഞ്ഞു വെച്ചാൽ, പോക്കറ്റ് നിറയാത്തൊരു ഭരിക്കുമ്പോൾ ഇനി നിറയ്ക്കാൻ കുറച്ച് കാലം പിടിക്കുമല്ലോ. അപ്പോഴും ജനങ്ങളെ പണം തന്നെയല്ലേ പോകുന്നത്. അപ്പം നിറച്ചവർ വീണ്ടും ഭരിക്കുമ്പോൾ പോക്കറ്റ് നിറയ്ക്കൽ കുറയുമല്ലോ. അങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ മറ്റൊരു പ്രദേശം മാതിരിയല്ല ഈ പെരുമ്പിലാവ് പ്രദേശം. ഇവിടെ എപ്പോഴും ഉണർവാണ്. ഏത് പാതിരാക്ക് വന്നാലും ഇവിടെ ബിസിനസ്സുകാർ ഓപ്പണാണ്. അങ്ങനെയല്ല, 11-12 മണി കഴിഞ്ഞാൽ പിന്നെ കുന്നങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. ചാവക്കാടാണെങ്കിൽ അങ്ങനെ. മറിച്ച് ഇവിടെ പെരുമ്പിലാവ് ഒരു പ്രധാന ഹൈവേ ആണ്, നാഷണൽ ഹൈവേ. അതുകൊണ്ട് എപ്പോഴും വണ്ടികളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ കടക്കാരും ഉണർന്നിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ വണ്ടിയാണ് ഞാൻ പണ്ട് ഓടിച്ചിരുന്നത്, ചെറുവണ്ടിയും വലിയ വണ്ടിയും ഓടിച്ചിരുന്നു. ഇത് അണ്ണമടി എന്നുള്ള പേരിലാണ് പണ്ടൊക്കെ അറിഞ്ഞത്.